ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? എസ്പെഷ്യലി ആ വ്യക്തി അഡിക്റ്റഡ് ആയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 സീക്രട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ 5 സീക്രട്ടുകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% ആ വ്യക്തി അഡിക്റ്റഡ് ആവും. ഒന്നാമത്തെ സീക്രട്ട്, ആ വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ആ വ്യക്തിയെ ചിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സംസാരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ തമാശയൊക്കെ പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് എല്ലാം മറന്ന് ഒന്ന് ചിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ആയിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് വലിയ തമാശയൊന്നും പറഞ്ഞ് ചിരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ആ വ്യക്തി ഹാപ്പി ആവുക മനസ്സുകൊണ്ട്. ചിരിക്കണ്ട, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണല്ലോ അത് കിട്ടുക. അങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടുക, അല്ലെങ്കിൽ നല്ലൊരു സ്മൈൽ കിട്ടുക, അല്ലെങ്കിൽ ആള് പൊട്ടിച്ചിരിക്കുക, അത്തരം അനുഭവങ്ങൾ നമ്മളുമായിട്ട് ഇടപഴകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി അഡിക്റ്റഡ് ആവും. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം അഡിക്റ്റഡ് ആവില്ല, ബാക്കിയുള്ള ട്രിക്സ് കൂടി പറയാം. അതുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡിക്റ്റഡ് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങൾക്ക് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ നന്ദി പറയുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, അത് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾ കൂടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനർജി ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിന് ഫീൽ ചെയ്യും, വ്യക്തിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബായിരിക്കും അവർക്ക് കിട്ടുക. നമ്മൾ താങ്ക് യു എന്ന് പറയുന്ന സമയത്ത് അത് ഹെൽപ്പ് ആയിക്കോട്ടെ സപ്പോർട്ട് ആയിക്കോട്ടെ എല്ലാറ്റിനും താങ്ക്സ് പറയുക. ഇതാണ് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, ആ വ്യക്തിയെ നമ്മൾ എൻകറേജ് ചെയ്യുക. ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പാഷൻ ആയിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുക, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ ടാലൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, ബ്യൂട്ടിയെ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർക്ക് എവിടെയാണോ സൗന്ദര്യം തോന്നുന്നത് ആ സൗന്ദര്യം നമ്മൾ എടുത്ത് പറയുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസാണ് നിനക്ക്, അല്ലെങ്കിൽ നിൻ്റെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമാണ്, അല്ലെങ്കിൽ നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, അല്ലെങ്കിൽ നിൻ്റെ ഹെയർ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ നമുക്ക് എന്താണോ അവരെക്കുറിച്ച് പറയാൻ തോന്നുന്നത് അത് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ പറയുക. ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് കോംപ്ലിമെൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ടാലൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളത്. അവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് നമ്മളോട് ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രസൻസ് വേണമെന്നും നമ്മളോട് മിങ്കിൾ ചെയ്യണം എന്നൊക്കെ ആ വ്യക്തിക്ക് തോന്നും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ കണ്ട് ഇടപഴകുന്ന സമയത്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാതെ നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ സംസാരിക്കുക, ഇടപഴകുക, എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫണ്ണാക്കുക ഒരു മൊമെൻറ്റ്. അതൊരു മെമ്മറി ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതെന്നും മനസ്സിൽ ഓർത്തു വെക്കുന്നതാണ്. അങ്ങനെ എപ്പോൾ കാണുമ്പോഴാണെങ്കിലും നല്ല ചില്ലായിട്ട് അടിപൊളിയായിട്ട് പെരുമാറുക. അങ്ങനെ ആ ഒരു മെമ്മറി അവർക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കും. എസ്പെഷ്യലി ഇപ്പം എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു വൈബ് പെട്ടെന്ന് ഫീൽ ചെയ്തോളണമെന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തി ഒരു ജോലിയുടെ ഭാഗമായിട്ട് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ താമസം മാറുക, എന്തെങ്കിലും കാരണത്താൽ ഒന്ന് വിട്ടു നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക, ഞാൻ ഇത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു ഈ ഒരു പേഴ്സണുമായിട്ട് എന്നുള്ളത്. കാരണം അത്രയും പവർഫുള്ളാണ് ഈ ഒരു 5 കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും കുറച്ച് പ്രയാസമാണ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലമായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും ഒക്കെ ഇതൊരു കാരണമായി തീരും. അപ്പം നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ അഡിക്റ്റഡ് ആയിട്ട്
ഉള്ള രീതിയിൽ നിങ്ങളെ തീവ്രമായിട്ട് സ്നേഹിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു 5 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ഉണ്ട്. ഈ അഫർമേഷൻസ് ഈ 5 പോയിന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പേജ് ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. എന്നിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അഡിക്ഷൻ അഫർമേഷൻസ് എന്നുള്ള അത് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് അയച്ചുതരാം. 5 അഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുക. 5 ആദ്യം ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഫസ്റ്റ് ദിവസം നോക്കി വായിച്ചാലും മതി. ഒരു 2-3 ദിവസം നോക്കി വായിക്കുമ്പോൾ അത് ബൈ ഹാർട്ട് ആയിക്കോളും. എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ 5 മിനിറ്റോളം റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിൽ ചിന്തിക്കുക അല്ലെങ്കിൽ പറയുക. അത് മാക്സിമം ഫീൽ ചെയ്യുക. എന്നിട്ട് ആ വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു 21 ഡേയ്സോളം തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്യണം. ഒരിക്കലും മറക്കരുത്. ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. അഫർമേഷൻ വേണ്ടവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ. സ്പെസിഫിക് ആയിട്ട് അയക്കണേ അഡിക്ഷൻ അഫർമേഷൻ എന്നുള്ളത്. അപ്പോൾ അത് അയച്ചു തരാം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ സൊല്യൂഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. വിളിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുക. അപ്പോൾ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. ആ സൊല്യൂഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.